വലിയ നേതാവ് കേരളം ഭരിച്ചപ്പോൾ 18 മാസത്തെ 600 രൂപ കുടിശ്ശികയുണ്ട്. ഞാനിപ്പം തരാം, ഇപ്പൊ തന്നെ നിങ്ങൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഇവിടുത്തെ ജനങ്ങൾ LDF-നെ വിശ്വസിച്ച് നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അങ്ങനെ 5 വർഷം ഭരിച്ചു. ആ വിശ്വാസം കൂടുതൽ ഊട്ടി ഉറപ്പിച്ച് അടുത്ത 5 വർഷവും നിങ്ങൾക്ക് തന്നെ വോട്ടിട്ടത് എന്തുകൊണ്ടാണ്? ആ വിശ്വാസത്തിന്റെ പുറത്താണ്. ഈ 5 മാസമായിട്ട് അത് തകർത്തിരിക്കുകയാണ്. സലിമ മാഡം, താങ്കൾ പറഞ്ഞ അംഗീകരിക്കുന്നു. അതായത് 18 മാസത്തെ കുടിശ്ശിക 300 രൂപ വെച്ച് 600 രൂപ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ മനം നൊന്ത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ അധികാരത്തിലേറ്റി. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് വസന്തുമെന്ന് അംഗീകരിക്കണം കേട്ടോ. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് ഈ പറഞ്ഞത്. അടുത്ത സെക്ഷനിലേക്ക് വരൂ. മുതിർന്ന മാധ്യമ പ്രവർത്തക ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു സാധാരണ ജനം എന്ന രീതിയിൽ പറയുകയാണ്. അത് കഴിഞ്ഞ് സംഭവിച്ച കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് സർക്കാർ മറുപടി പറയുന്നില്ല? 18 മാസത്തെ കുടിശ്ശിക ഇല്ല എന്ന് വസന്ത് പറയരുത്. അതായത് കൃത്യമായ രേഖകൾ സഹിതം സാലിമ എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തക പറഞ്ഞു. അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞു വെച്ചു. എന്ത് ശരിയാക്കിയില്ല? ബഹുമാനായ എൻ്റെ കൃഷ്ണദാസ് ചേട്ടൻ ചില കാര്യങ്ങൾ പറഞ്ഞു. കൃഷ്ണദാസ് ചേട്ടാ, SFIയെ കൊണ്ട് ഞങ്ങൾ സമരം ജയിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. മണിപ്പൂരിൽ നിങ്ങൾ ആരെ കൊണ്ടാണ് സമരം ജയിച്ചത്? ഇന്നലെ മണിപ്പൂരിൽ ഒരു 70-700 പേരെ അടക്കിയ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോ? മണിപ്പൂരിൽ, ഇന്ത്യയുടെ ഭാഗമാണല്ലോ ഈ മണിപ്പൂർ, അവിടെ ആരെ കൊണ്ടാണ് നിങ്ങൾ സമരം ജയിച്ചത്? നിങ്ങളുടെ MLA-മാർ, നിങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാർ. അവിടെ ബാക്കി ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ SFIയുടെ ഞങ്ങളുടെ ധീര സഖാക്കന്മാർ സമരം ചെയ്തു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, മണിപ്പൂരിലേക്കൊന്ന് പോകാമോ? ലഖിംപൂർ കേരിയിലേക്ക് താങ്കൾക്കൊന്ന് വരാമോ? നിങ്ങളുടെ കേന്ദ്രമന്ത്രിയുടെ മകൻ ലഖിംപൂർ കേരിയിൽ സമരവുമായി ബന്ധപ്പെട്ട് സമരമുഖത്തേക്ക് വണ്ടി ഓടിച്ച് കയറ്റി 7 പേരാന്ന് എൻ്റെ ഓർമ്മ ശരിയാണ്, 7 പേരെ കൊന്നൊരു കഥയുണ്ട്. ഞാനും വസന്തും അല്ല, കോൺഗ്രസ്സുകാരല്ല, BJPയുടെ കേന്ദ്രമന്ത്രിയുടെ മകൻ. അതുകൊണ്ട് അത്തരത്തിലേക്കൊന്നും ചർച്ച കൊണ്ടുപോയാൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേട്ടുകൊണ്ടൊന്നും ഇരിക്കില്ല. കേരളത്തിലെ സാഹചര്യം തന്നെ തിരിച്ചു വരാം. വസന്തിന്റെ ഓഡിയോ മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. വസന്ത് മറുപടി പറയൂ. അല്ല ശാലിമ, എനിക്ക് 3 കാര്യത്തിന് ഉത്തരവുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ അടിവസ്ത്ര രാഷ്ട്രീയം. ആരാണ് ഈ അടിവസ്ത്രം ഉയർത്തി കാണിച്ചതെന്ന് ചോദിച്ചാൽ, ഒന്ന് ശ്രീ പി ശിവൻകുട്ടി, അദ്ദേഹത്തിന്റെ കേസ് ഇന്നും കോടതിയിൽ നിൽക്കുകയാണ്. അടിവസ്ത്രം ലൈവായി ഉയർത്തി കാണിച്ചു. എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണ്, എനിക്ക് പറയാൻ താല്പര്യമില്ല, എങ്കിൽ പോലും പറയിപ്പിക്കുകയാണ്. അടിവസ്ത്രം ലൈവായി ഉയർത്തി കാണിച്ച് നിയമസഭയുടെ ഒരാൾ മുണ്ടുമടക്കി കുത്തുമ്പോൾ ഉണ്ടാകുന്ന അടിവസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അങ്ങനെയല്ല, നിങ്ങളുടെ AICC അംഗം അവര് വീട്ടിൽ നിന്ന് നാണക്കേട് സംസ്ഥാന സർക്കാരാണ് ശ്രീ ആയുർബിജു. ഒരു കേരളത്തിലെ ഒരു ജനത, അതിപ്പോ കോൺഗ്രസ് ആയിക്കോട്ടെ, BJP-കാരായിക്കോട്ടെ, മറ്റെന്തെങ്കിലും പാർട്ടി ആയിക്കോട്ടെ, അവർ അടിവസ്ത്രം പൊക്കി കാണിച്ച് പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ലജ്ജ സംസ്ഥാന സർക്കാരാണ്. അത് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ, പറഞ്ഞോട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.